മിസ്റ്റർ ജിപ്സിയുടെ ECT-MS Excel സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് സം ഈഫ് അതേപോലെ തന്നെ സം ഈഫസ് എന്നുള്ള ഫംഗ്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യണം, അതിന്റെ ഹെൽപ്പ് എന്തൊക്കെയാന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് കൗണ്ട് ഈഫ് ആണ്. അതിന് പകരമായിട്ട് സം, അതായത് ടോട്ടൽ ആയിട്ടുള്ള വാല്യൂ എത്ര കിട്ടുന്നത്. അപ്പൊ ആദ്യം ചെറിയൊരു എക്സാമ്പിൾ, ഒരു നോർമൽ എക്സാമ്പിൾ നമ്മൾ പോവാണ് സം ഈഫിന്റെ ഏറ്റവും വലിയൊരു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ഒരു കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സം മറ്റേ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മറ്റേ സം കൊടുത്തു കഴിഞ്ഞാൽ നോർമലി നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മ് കൊടുക്കുന്നു, സമ്മ് കൊടുത്തിട്ട് നേരെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആയിട്ട് എത്ര വാല്യൂ നമുക്ക് കിട്ടും. കറക്റ്റ് അല്ലേ? ഇവിടെ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻസ് കൊടുക്കാൻ പോവാണ്. ഒരു കണ്ടീഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോ 5, 12, 25 എന്നെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ഈ 5ന്റെ താഴെ ഉള്ളതൊന്നും നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല, 5ന്റെ മുകളിലുള്ളത് മാത്രമാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പോകുന്നത്. അതിന് ആദ്യം വേണ്ടത് എന്താ, നേരത്തെ ചെയ്ത പോലെ സമ്മ് കൊടുക്കുക, സമ്മ്, പിന്നെ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത് നമ്മൾ ഇഫ് എന്ന് കൊടുക്കുകയാണ്. സം ഇഫ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ആ റേഞ്ച് സെലക്ട് ചെയ്യും. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെയാണ് വേണ്ടതെന്നുള്ളതാണ് റേഞ്ച് കൊടുക്കുന്ന അടുത്ത ക്രൈറ്റീരിയ ചോദിക്കുകയാണ്. അപ്പൊ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞത് നേരത്തെ എനിക്ക് ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 5 ആണ്. അതായത് 5 വേണ്ട, 5ഉം 5ന് താഴെയുള്ളതും വേണ്ട, അതിന് മുകളിലുള്ളതിന്റെ എത്ര സം ആണ് നോക്കുക. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഗ്രേറ്റർ ദാൻ കൊടുക്കുന്നു, 5 എന്നുള്ള കൊടുക്കുന്നു, ബ്രാക്കറ്റ് കൊട്ടേഷൻ ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എന്റർ അടിക്കുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കി 77, 65 ആയി. അതായത് 5ന്റെ മുകളിലുള്ള മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. ഇത് നമ്മൾ എടുക്കുന്നില്ല, 5ന്റെ മുകളിലുള്ളത് വന്നു. നോക്കിയ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 65 എന്നുള്ളത്. ആ 65 ആണ് വന്നത്. സോ ഇതാണ് ആക്ച്വലി ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഇഫ് എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവമാണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയ ഡാറ്റ ഉണ്ട് എന്റെ കയ്യിൽ. ഇതിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എംപ്ലോയിയുടെ പേര്, ടൈറ്റിൽ അങ്ങനെ എല്ലാം ഉണ്ട്, ജെൻഡർ ഉണ്ട്, മെയിൽ ആണോ ഫീമെയിൽ ആണോ ഉണ്ട്, അതേപോലെ തന്നെ ആനുവൽ സാലറി എത്രയാണോ സാലറി എന്നുള്ളതാണ് ഉള്ളത്. പിന്നെ അടുത്തത് കോളം മറ്റേ ഇതാണ് രാജ്യങ്ങളുടെ പേരാണ് കിടക്കുന്നത്. എനിക്ക് വേണ്ട ഡാറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളുണ്ട്, അവിടെ എത്രത്തോളം ടോട്ടൽ, ഓരോ രാജ്യത്തിന്റെ ടോട്ടൽ ആയിട്ട് എത്രയാണ് നമുക്ക് വരുന്നതെന്നും അതിൽ മെയിലും ഫീമെയിലിനും കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇതിന് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഫോർമുല സം ഇഫ് യെസ് എന്നുള്ള ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ സം ഇഫ് എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുന്നത്. ഇത് രണ്ട് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് നമ്മുടെ ഡാറ്റ എന്ന് പറഞ്ഞ് ഞാൻ ഡാറ്റയുടെ പിവോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ആയിട്ട് നമുക്ക് വന്നത് 73,81,910 ആണ് ടോട്ടൽ. മെയിലിന്റെ കോൺട്രിബ്യൂഷൻ 35 lakh ആണ്, ഫീമെയിലിന്റെ കോൺട്രിബ്യൂഷൻ 38 lakh ആണ്. സോ ഇത് നമ്മൾ അങ്ങനെ ഫോർമുല ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നിങ്ങളൊരു ഇതുണ്ടാവും, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംഭവം ഉണ്ടാവുക, പിവോട്ട് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിവോട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഡാറ്റ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവില്ല. പക്ഷേ ഈ ഫോർമുല കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അവിടെ മെയിൻ ഡാറ്റയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ചേഞ്ച് ആവും. അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. സോ ഞാൻ പോവാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ടോട്ടൽ ആയിട്ട് എത്ര വേണം എന്നുള്ളത്. സോ ഞാൻ പോകാൻ പോകുന്ന ഫോർമുല ടോട്ടൽ ആയിട്ട് എടുക്കുന്ന സമയത്ത് സം ഇഫ് എന്നുള്ള ഒരു സിംഗിൾ കണ്ടീഷൻ ആണ്. കാരണം നമ്മൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുക്കുന്നില്ല. ടോട്ടൽ ആയിട്ട് ഒരു രാജ്യത്ത് നിന്ന് എത്രയാണ് അവർക്ക് ടോട്ടൽ ആയിട്ട് ആനുവൽ സാലറി എന്നുള്ളത് മാത്രം നോക്കുന്നത്. അപ്പൊ ഞാൻ പോകുന്ന പറഞ്ഞ് ഈക്വൽ ടു കൊടുക്കുകയാണ്. സം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സം അതിന്റെ എല്ലാം വരാൻ പോകും. സം ഇഫ് കൊടുക്കുന്നു, ടാബ് അടിക്കുന്നു. ടാബ് അടിച്ചു കഴിഞ്ഞാൽ റേഞ്ച് സെലക്ട് ചെയ്യാൻ പറയാണ്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ, അതായത് ഏതാണോ അവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സംഭവം തന്നെ നമ്മൾ എടുക്കുന്നു. റേഞ്ച് ഇവിടെ കൺട്രി എന്ന് സെലക്ട് ചെയ്യാണ്, കോമ കൊടുക്കുന്നു. വീണ്ടും തിരിച്ച് നമ്മൾ ആ മെയിൻ ഷീറ്റിലോട്ട് നമ്മൾ പോവാണ്. പോയി കഴിഞ്ഞാൽ ഇവിടെ, അതായത് കൺട്രി എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ നോക്കുന്നത്. കൺട്രി എവിടെ കിടക്കുന്ന വെച്ചാൽ വീണ്ടും അവിടെ കൊടുക്കുന്നു, ഒരു കോമ കൊടുക്കുകയാണ്. നമ്മൾ മെയിൻ ഷീറ്റിലോട്ട് പോവാം. ആനുവൽ സാലറി ആണ് നമുക്ക് സമ്മ് ചെയ്യേണ്ടത്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മറ്റേ എന്താണ് ക്ലോസ് ചെയ്യാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ എൻ്റർ അടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു മറ്റേ ഇത് കാണിക്കും, ഫോർമുലേന്റെ ഒരു എറർ കാണിക്കും. നമ്മൾ ജസ്റ്റ് യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. നമ്മൾ നേരെ താഴത്തോട്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ. ഞാൻ ഇവിടെ സം ചെയ്തിട്ട് എടുക്കാം. ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 73,81,910. നമ്മളിവിടെ പിവോട്ട് ചെയ്തത് നമുക്ക് കാണാം 73,81,910 ആണ്. ഇവിടെ ബ്രസീലിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിന്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ വരുന്നത് 7,89,614 ആണ്. 7,89,614. സോ രണ്ട് ഡാറ്റയും കറക്റ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്തത് ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണ്, വെറും ഒരു കൺട്രിയുടെ മാത്രം ഡാറ്റ നമ്മൾ എടുത്തിട്ട് ടോട്ടൽ ആയിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത പോകുന്നത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലെന്ന് പറയുന്ന ഡാറ്റയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് കൺട്രി ഉണ്ട്, അതേപോലെ തന്നെ മെയിൽ ആണോ ഫീമെയിൽ ആണോ ഉണ്ട്, അവര് സാലറി ഉണ്ട്. എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൺട്രിയെ നോക്കണം, കൺട്രിയുടെ കൂടെ ഉള്ള മെയിലാണോ കൂടുതൽ, മെയിലിന്റെ സാലറി എത്ര നോക്കണം, ഫീമെയിലിന്റെ സാലറി എത്ര നോക്കണം. ഇവിടെ വരുന്ന സമയത്ത് രണ്ട് കണ്ടീഷൻ വരുന്നത് കൊണ്ട് നമ്മൾ കൊടുക്കേണ്ട സംഭവം സം ഇഫ് യെസ് എന്നുള്ളതാണ്. മൂന്നാമത്തതായിട്ട് ഇവിടെ കിടക്കുന്ന സം ഇഫ് യെസ്. ഞാൻ ടാബ് അടിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് നേരത്തെ കൊടുത്ത പോലെ റേഞ്ച് അല്ല ആദ്യം സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം സമ്മിന്റെ റേഞ്ച് ആണ് സെലക്ട് ചെയ്യുന്നത്.
അപ്പൊ ഞാൻ വീണ്ടും മെയിനിലോട്ട് വരികയാണ്. സമ്മിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആനുവൽ സാലറി ആണ് നമുക്ക് ഇവിടെ കണ്ട, അതിന്റെ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്തു, കോമ കൊടുത്തു. ഇനി എന്താ വേണ്ടത്, ഏതാണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കിയ കൺട്രി എന്നുള്ളതാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. അപ്പൊ കൺട്രി എന്ന് നമ്മൾ വീണ്ടും ഇവിടെ സെലക്ട് ചെയ്യാണ്. തിരിച്ച് നമ്മളെ ഈ ഡാറ്റയുടെ ഷീറ്റോട്ട്, എവിടെയാണ് ഡാറ്റ വെച്ചാൽ ആ ഷീറ്റോട്ട് വരുന്നു. നമ്മൾ വീണ്ടും ഈ കൺട്രി എന്ന് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തു. ഇനി നമുക്ക് അപ്പോൾ ഒരു കണ്ടീഷൻ ആൾറെഡി ക്ലിയർ ആയി. നമ്മൾ മറ്റേ ടോട്ടൽ വാല്യൂ എടുത്തു. എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കൺട്രിയാണ്. കൺട്രിയുടെ നമ്മൾ മറ്റേ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് മെയിലോ ഫീമെയിലോ എന്നുള്ളതാണ്. അതിന് നമ്മൾ വീണ്ടും ഇതിലോട്ട് പോവാണ്. മെയിൽ ആൻഡ് ഫീമെയിലിന്റെ കോളം ഈ കോളമാണ് കിടക്കുന്നത്. ഈ കോളം എടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ആദ്യത്തതിൽ നമുക്ക് വേണ്ടത് മെയിൽ ആണ്. അപ്പോൾ അത് കോമ കൊടുത്തിട്ട് അപ്പോസ്ട്രോഫിയില് മെയിൽ എന്ന് നമ്മൾ കൊടുക്കണം. സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. കൊടുത്തിട്ടില്ല എന്നെങ്കിൽ ഡാറ്റ കിട്ടില്ല. നമ്മൾ ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുകയാണ്. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഫോമിൽ എറർ കാണിക്കും. ഓക്കെ കൊടുക്കുക, അത് ഓട്ടോമാറ്റിക്കലി വരും. ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസീലിൽ എത്രയാണ് വരുന്നത്, മെയിലിൽ എത്രയാണ് ബ്രസീലിന്റെ എമൗണ്ട്, ചൈനയുടെ എമൗണ്ട് എത്രയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ എമൗണ്ട് എത്രയാണ് വന്നിട്ടുള്ളത്. നമുക്കിതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഞാൻ ആൾറെഡി നമ്മൾ പിവോട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ബ്രസീലിന്റെ മെയിൽ വന്നിട്ടുണ്ട് 3,74,426 ആണ്. അത് തന്നെയാണ് ഇവിടെ നോക്കാം. 3,74,426 ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 19,76,169, 19,76,169. മൊത്തം മെയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് 35,42,000. ഇവിടെ 35,42,000 തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഫീമെയിലും അതേപോലെ തന്നെ നോക്കാം. അതേ സംഭവം തന്നെയാണ് എടുക്കേണ്ടത്. ഈക്വൽ ടു നമ്മൾ കൊടുക്കുന്നു, സമ്മീഫ് യെസ് എന്ന് കൊടുക്കുന്നു. ഇതല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റ നമുക്ക് എന്താണ് ഇത് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഇതിലിപ്പോ നമ്മൾ ഇപ്പൊ ആൾറെഡി ഇങ്ങനെ ചെയ്തല്ലോ. ഇപ്പൊ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ ഷീറ്റ് നമുക്ക് ഇത് ചെയ്തിട്ട്, അതായത് നമുക്ക് ഇത് വീണ്ടും രണ്ടാമത് ഫോമിൽ അടിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നമ്മൾ എന്താണ് ഇത് ചെയ്യാണ്, ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡാറ്റ നമുക്ക് കിട്ടും. അതെങ്ങനെയെന്ന് കൂടി നമുക്ക് നോക്കാം. സോ ഇവിടെ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം മറ്റേ ഫോർമുല ബാറിൽ വന്നിട്ട് ഞാൻ ഫംഗ്ഷൻ F4 അടിക്കാൻ പോവാണ്. ഫംഗ്ഷൻ F4 അടിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഇവിടെയും ഞാൻ ഫംഗ്ഷൻ F4 അടിക്കുകയാണ്. ഫംഗ്ഷൻ F4 അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് അവിടെ ഷീറ്റ് ലോക്ക് ആവും. ഇവിടെയും ഞാൻ ലോക്ക് ചെയ്തു. അതേപോലെ ഇവിടെയും ഞാൻ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്ത് എൻ്റർ അടിക്കുകയാണ്. എൻ്റർ അടിച്ചു കഴിഞ്ഞു. അത് നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ ഡ്രാഗ് ചെയ്യാണ്. ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ചും വരില്ല, കാരണം നമ്മൾ അതേ ഡാറ്റയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതാണ്, മെയിൽ ഫീമെയിൽ ആക്കണം. MALE ഫീമെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റ അവിടെ മാറി. നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന ഡാറ്റ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി വീണ്ടും കുറയും. ഇനി ഇതിലിപ്പോൾ നമുക്ക് ഫീമെയിലിന് പറഞ്ഞ് ഞാൻ FEMALE എന്ന് മാത്രമേ കൊടുക്കൂ. എന്തെങ്കിലും വരുമെന്ന് നോക്കാം. 0 വരിക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ സ്പെല്ലിംഗ് കൊടുക്കണം. സ്പെല്ലിംഗ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റായിട്ട് വരും. നമുക്ക് ഡാറ്റ കറക്റ്റ് ആണെന്ന് ഒരു വർഷം നമുക്ക് നോക്കാം. ചൈനയിൽ വന്നിട്ടുള്ളത് 3,72,364 ആണ്. 3,72,364 ആണ് ഫീമെയിലിൽ വന്നിട്ടുള്ളത്. ബ്രസീലിൽ 4,15,188 ആണ്. 4,15,188 ആണ്. സോ നിങ്ങൾക്ക് വളരെ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എത്ര സിമ്പിൾ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. കറക്റ്റ് ആയിട്ട് ഫോമുല പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതി കാണിക്കും. അതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഷോർട്ട് കട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം കാണുവാനായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റർ ജിപ്സി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.